ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ ചാപ്റ്ററാണ് എ ഡോൾസ് ജേർണി. ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തെ ആക്ടിവിറ്റികൾ നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ? എന്താണ് കാഫ്ക ആ പെൺകുട്ടിയോട് പ്രോമിസ് ചെയ്തത്? ഉത്തരം, ഹി പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. ആ പാവയെ തിരയാനായി പിറ്റേ ദിവസവും അവളെ കണ്ടുമുട്ടാമെന്നാണ് കാഫ്ക ആ പെൺകുട്ടിയോട് പ്രോമിസ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഗേൾ മൂഡി? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ദുഃഖിതയായി കാണപ്പെട്ടത്? ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അവളുടെ പാവ തിരികെ എത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അവൾ മൂടിയായി കാണപ്പെട്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, ദർ വെർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. വൈ? കുറച്ച് ദിവസത്തേക്ക് എഴുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഷീ വാസ് ബിസി വിത്ത് ഹെർ വെഡ്ഡിംഗ് പ്രിപ്പറേഷൻസ്. ബിക്കോസ് ഷീ എന്നുള്ളത് ഡോളാണ്. ബിക്കോസ് ഷീ വാസ് ബിസി വിത്ത് ഹെർ വെഡ്ഡിംഗ് പ്രിപ്പറേഷൻസ്. തൻ്റെ കല്യാണ തിരക്കുകളുമായി തിരക്കിലായതിനാലാണ് പാവ എഴുത്തുകളൊന്നും അയക്കാതിരുന്നത്. ഇനി ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. കഥ ഒന്നുകൂടി വായിച്ചതിന് ശേഷം ആ തന്നിരിക്കുന്ന കോളം, 3 കോളം തന്നിട്ടുണ്ട്, അതിനെ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് വൺ ക്യാരക്ടേഴ്സ്, തേർഡ് വൺ തീം. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ കഥ നടക്കുന്നത് പ്രധാനമായിട്ട് എവിടെ, ഏത് ലൊക്കേഷനിലാണ്? എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലാണ് ഈ കഥ നടക്കുന്നത്. സെക്കൻഡ് ക്യാരക്ടേഴ്സ്, ഡോൾ, ഗേൾ, കാഫ്ക, യങ് മാൻ. യങ് മാൻ എന്ന് പറയുന്നത് ഡോളിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു യങ് മാനെ പരിചയപ്പെടുത്തി എന്ന് കാഫ്ക ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോൾ, ഗേൾ, കാഫ്ക, യങ് മാൻ. ഇനി തീം. ഇതിനകത്തെ പ്രധാനപ്പെട്ട തീം എന്താണ്? പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് പാവയോടുള്ള സ്നേഹം, അതുപോലെ കാഫ്ക ആ പെൺകുട്ടിയോട് കാണിക്കുന്ന കരുതൽ അല്ലെങ്കിൽ സ്നേഹം, അതുപോലെ ആ പാവയുടെ നഷ്ടത്തിൽ അവൾക്കുണ്ടായ ദുഃഖം. ഇതൊക്കെയാണ്. ഇതൊരു സെൻറ്റൻസ് ആയി എഴുതുന്നതിന് പകരം 3 പോയിന്റ്സ് ആയിട്ട് എഴുതാം. ലവ്, കൈൻഡ്നെസ്, ലോസ്. ഇതാണ് ഇതിനകത്തെ തീം. ലവ്, ലോസ്, കൈൻഡ്നെസ്. Then second activity, read the sentences taken from the story. Read these sentences taken from the story. ഈ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ സെൻറ്റൻസുകൾ ഒന്ന് വായിക്കുക. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. അപ്പം ഒരു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് കാഫ്ക ബെർലിനിലെ ഒരു പാർക്കിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവൾ അവളുടെ പാവയെ നഷ്ടപ്പെട്ടതിൽ കരയുകയായിരുന്നു. കാഫ്ക കംഫർട്ടഡ് ദ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. ഡിസ്ട്രസ് എന്ന് പറയുന്നത് ദുഃഖം, വളരെ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടിയെ കാഫ്ക ആശ്വസിപ്പിച്ചു. ഹിയർ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? അവിടെ അവരുടെ ഒരു കോൺവെർസേഷൻ്റെ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? കാഫ്ക, ഓ ഡിയർ, വൈ ആർ യു ക്രൈയിങ്? കാഫ്ക പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, വൈ ആർ യു ക്രൈയിങ്? ലിറ്റിൽ ഗേൾ, മൈ ലെവി, ലെവി മൈ ഡോൾ. അപ്പോൾ പെൺകുട്ടി ലെവി, ലെവി എന്ന് പറയുന്നുണ്ട്, എൻ്റെ പാവ. ലെവി എന്നാണ് ആ പാവയുടെ പേര്. കാഫ്ക, വാട്ട് ഹാപ്പൻ ടു ഹെർ? എന്താണ് അവൾക്ക് സംഭവിച്ചത്? ലിറ്റിൽ ഗേൾ, ഷീ ഈസ് മിസ്സിങ്. അപ്പോൾ പെൺകുട്ടി പറയാണ്, അവളെ കാണാനില്ല. കാഫ്ക, ഓ ദാറ്റ് ഈസ് സാഡ്, യു ഷുഡ് സെർച്ച് ഫോർ ഹെർ. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണല്ലോ, നീ അവളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, തപ്പി നോക്കൂ. ലിറ്റിൽ ഗേൾ, ഐ സെർച്ച്ഡ് എവരിവെയർ ബട്ട് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഹെർ. ഞാൻ എല്ലായിടത്തും തപ്പി നോക്കി, അന്വേഷിച്ചു നോക്കി, പക്ഷേ അവളെ കണ്ടെത്തിയില്ല. കാഫ്ക, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. ലിറ്റിൽ ഗേൾ, ഓ ദാറ്റ് ഈസ് ഗ്രേറ്റ്, താങ്ക് യു. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്, നന്ദി എന്ന് കാഫ്കയോട് പെൺകുട്ടി പറയുന്നു. നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ 2 സെൻറ്റൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് തന്നത്, അതുകൊണ്ട് ബാക്കിയും സിമ്പിൾ സെൻറ്റൻസുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3, ഇനാക്ട് ദ റോൾസ് ഓഫ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് കാഫ്ക യൂസിങ് ദ കോൺവെർസേഷൻ പ്രിപ്പയർഡ്. നിങ്ങളിപ്പോൾ എഴുതി തയ്യാറാക്കിയ ആ കോൺവെർസേഷൻ ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെയും കാഫ്കയുടെയും റോള് ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 4, read these sentences taken from the story. Read these sentences
ടേക്കൻ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള ഈ ഭാഗം വായിച്ചു നോക്കൂ. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. ആ പെൺകുട്ടിക്ക് സ്ഥിരമായി ആ പാവയിൽ നിന്ന് കത്തുകൾ വന്നുകൊണ്ടിരുന്നു. അവൾ അവളുടെ ആ പാവയുടെ അഡ്വഞ്ചേഴ്സിനെ പറ്റിയൊക്കെ വിശദമായിട്ട് തന്നെ തൻ്റെ കൂട്ടുകാരിക്ക് അയച്ചിരുന്നു. ദിസ് ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ എന്ന് പറഞ്ഞാൽ ആ കത്തുകളൊക്കെ വായിച്ച് ആ പെൺകുട്ടി വളരെ സന്തോഷവതിയായിരുന്നു. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈംസ്. ഇത് കുറേ നാളത്തേക്ക് തുടർന്നിരുന്നു. ആഫ്റ്റർ റീഡിംഗ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. ആ പാവയിൽ നിന്നുള്ള എഴുത്തുകളൊക്കെ സ്ഥിരമായി കിട്ടി ഈ പെൺകുട്ടിക്ക് അവളെ വീണ്ടും കാണാൻ തോന്നി. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. കുറേ കാലം ഈ പെൺകുട്ടി ആ പാവയെ കാത്തിരുന്നു. ബട്ട് ദ ഡോൾ ഡിഡിൻറ്റ് ടേൺ അപ്പ്. പക്ഷേ അതൊരിക്കലും വന്നില്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹർ ഡയറി. അപ്പോൾ ആ പെൺകുട്ടി പാവയെ ഒരുപാട് സമയം കാത്തിരുന്നെങ്കിലും അത് വന്നില്ല. അങ്ങനെ ദുഃഖിതയായപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഡയറി എഴുതാൻ ആരംഭിച്ചു. അപ്പോൾ ആ ഡയറി എന്തായിരിക്കും എന്ന് നിങ്ങളോട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡയറിയിൽ ഏറ്റവും ആവശ്യം ഡേറ്റ് ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡയറി. എങ്ങനെയായിരിക്കും? ആ പെൺകുട്ടി തൻ്റെ പാവയെ ഓർത്തെഴുതുന്ന ഡയറിയാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടുഡേ ഐ ആം വെരി സാഡ്. ഞാൻ ഇന്ന് വളരെ ദുഃഖിതയാണ്. ആഫ്റ്റർ റീഡിംഗ് ദ ലെറ്റേഴ്സ് ഫ്രം മൈ ഡോൾ. ഞാൻ എൻ്റെ പാവയിൽ നിന്നുള്ള എഴുത്തുകളൊക്കെ വായിച്ചതിനു ശേഷം ഐ ഈഗർലി വെയിറ്റിംഗ് ടു സീ ഹർ അഗെയിൻ. എനിക്ക് വീണ്ടും അവളെ കാണണമെന്നുണ്ട്. ബട്ട് ഷീ ഈസ് വെരി ബിസി നൗ. പക്ഷെ അവളിപ്പോൾ വളരെ തിരക്കിലാണ്. മേ ബി ഷീ വിൽ കം ആഫ്റ്റർ ദ ടൂർ. അവൾ ആ ടൂറൊക്കെ കഴിഞ്ഞ് തിരക്ക് കുറയുമ്പോൾ എന്നെ കാണാനായിട്ട് വരുമായിരിക്കും. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹർ. ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഐ ലവ് ഹർ വെരി മച്ച്. ഞാൻ അവളെ വളരെയധികം സ്നേഹിക്കുന്നു. ആക്ടിവിറ്റി 6. ബട്ട് ഇഫ് ഇർന വെയർ ലിവിങ് ഇൻ അവർ ടൈംസ്. ക്ലോസ് യുവർ ബുക്ക് ആൻഡ് ലിസൺ യുവർ ടീച്ചർ. ഇർമ നമ്മുടെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ എങ്ങനെയായേനെ? നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ അടച്ചു വെച്ചിട്ട് ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇർമ ലവ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഇർമ കൂട്ടുകാരുടെ കൂട്ടത്തിൽ വളരെയധികം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വൈകുന്നേരങ്ങളിൽ അവൾ സൈക്ലിങ്ങിന് പോകുമായിരുന്നു. ഷീ കുഡ് റൈഡ് ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. മടുപ്പ് തോന്നാതെ തന്നെ അവൾക്ക് വളരെയധികം ദൂരം സൈക്കിൾ ചവിട്ടി പോകാൻ കഴിയുമായിരുന്നു. ഏർലി ഇൻ ദി മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. രാവിലത്തെ സമയത്ത് അവൾ പെയിൻറ്റിങ്ങിനും ഡ്രോയിങ്ങിനും ഒക്കെയായി സമയം ചെലവഴിച്ചിരുന്നു. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി കിട്ടിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. At first, Irma used her phone for talking to her friends and taking photos. ആദ്യത്തെ സമയത്തെല്ലാം അവൾ ഫോട്ടോസ് എടുക്കാനും കൂട്ടുകാരോട് സംസാരിക്കാനുമാണ് ഫോൺ ഉപയോഗിച്ചിരുന്നത്. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. സമയം കടന്നുപോകെ അവൾക്ക് മനസ്സിലായി അവൾക്ക് അവളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ണുകൾ എടുക്കാനേ സാധിക്കുന്നില്ല. വൺസ് ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ഹർ സ്മാർട്ട് ഫോൺ ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ അവേഴ്സ്. അവൾ സ്മാർട്ട് ഫോൺ കിട്ടിയതോടുകൂടി ധാരാളം സമയം സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ കാണാനും ഗെയിംസ് കളിക്കാനും ഒക്കെയായി ചിലവഴിച്ചിരുന്നു. ഓഫൺ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹർ ഫോൺ ഓർ ഈവൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. മറ്റു കാര്യങ്ങളുമായിട്ട് ബിസി ആയിരുന്നപ്പോൾ പോലും അവൾക്ക് ഫോണില്ലാണ്ട് പറ്റില്ലായിരുന്നു. ഇർമാസ് മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദി സ്മാർട്ട് ഫോൺ. അപ്പം ഇർമയുടെ അമ്മ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഫോണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതില്ലാണ്ട് പറ്റുന്നില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർസ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ്സ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. നമ്മൾ വീടിന് പുറത്ത് സമയം ചെലവഴിക്കുന്നതും ജീവിതത്തിലെ യഥാർത്ഥ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതുമൊക്കെ സ്മാർട്ട് ഫോണിൽ സമയം ചെലവഴിക്കുന്നതിന് തുല്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇർമയ്ക്കായാലും മറ്റുള്ളവർക്കായാലും. ജീവിതത്തിലെ മറ്റു നിമിഷങ്ങൾ, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നിമിഷങ്ങൾ ആസ്വദിക്കുന്നത് ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് തുല്യമാണ്. അതായത് ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. Then now read the passage. Pick out the sentences with words in italics and write them below.
താഴെ തന്നിരിക്കുന്ന പാസേജ് നമ്മൾ വായിച്ചിട്ട്, ഇപ്പം നമ്മൾ വായിച്ച ആ പാസേജ് ഒന്നും കൂടി വായിച്ചിട്ട് അതിനകത്ത് സെൻറ്റൻസുകൾ ഇതിനകത്തേക്ക് എഴുതുക. ഇറ്റാലിക്സിൽ അതിനകത്ത് ഏതൊക്കെ സെൻറ്റൻസുകളിലാണോ വാക്കുകൾ എഴുതിയിട്ടുള്ളത്, കുഡ്, ഷുഡ്, വുഡ്, ഇതൊക്കെ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങോട്ടേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട്, ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. സെക്കൻഡ്, ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. Third one, early in the morning she would have great fun drawing and painting. Next, she found she could not take her eyes off the screen. Next, once she started using her smartphone, she would scroll through social media, watch videos and play games for hours. Next, Irma's mother noticed this and she thought Irma should not let herself be carried away by the smartphone. Next, spending time outdoors and enjoying real life moments should be just as important as the digital world to her. In activity B, fill in the blanks with the suitable sentences from the above. Should, would, could, ഇത് മൂന്നും നമുക്കിവിടെ തന്നിട്ടുണ്ട്. മുകളിൽ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ, ഷുഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഷുഡിന് നേരെയുള്ള കോളത്തിൽ എഴുതുക. വുഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് വുഡിന് നേരെയുള്ള കോളത്തിൽ എഴുതുക. കുഡ് ഉപയോഗിച്ചിട്ടുള്ളത് കുഡിന് നേരെയുള്ള കോളത്തിൽ എഴുതുക. ഷുഡ്, ടു റിഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻസ്, നമ്മുടെ ഡ്യൂട്ടീസ്, കടമകളും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ട കടമകളൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ഷുഡ് എന്ന് പറയുന്നത്. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോർസ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ്സ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദി ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അവൾക്ക് ഡിജിറ്റൽ വേൾഡ് എത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ആസ്വദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിന് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഷുഡ് ചേർത്ത് വരുന്ന ഒരു സെൻറ്റൻസ് കൂടി അവിടെ നിന്ന് എഴുതണം. ഇർമാസ് മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ തോട്ട് ദാറ്റ് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദി സ്മാർട്ട് ഫോൺ. നെക്സ്റ്റ് വുഡ് ചേർത്ത് 3 സെൻറ്റൻസുകൾ. ടു റിഫർ പാസ്റ്റ് ഹാബിറ്റ്സ്, നമ്മളുടെ കഴിഞ്ഞുപോയ ഹാബിറ്റ്സ്, ശീലങ്ങളെ സൂചിപ്പിക്കാനാണ് വുഡ് ഉപയോഗിക്കുന്നത്. വുഡ് ഉപയോഗിച്ചുള്ള ഫസ്റ്റ് സെൻറ്റൻസ്, ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ ടു സൈക്ലിംഗ്. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. പിന്നെ സെക്കൻഡ് വരുന്നത്, ഏർലി ഇൻ ദി മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. തേർഡ് വൺ, once she started using her smartphone, she would scroll through social media, watch videos and play games for hours. Third one, could, to refer past ability, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കഴിവിനെ സൂചിപ്പിക്കാനാണ്. അതായത് നമുക്ക് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന കഴിവിനെ സൂചിപ്പിക്കാനാണ് കുഡ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് എബിലിറ്റി. ഇപ്പോൾ കുഡ് ഉപയോഗിച്ചിട്ടുള്ള 2 സെൻറ്റൻസുകൾ കണ്ടുപിടിക്കുക. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്, അവൾക്ക് വളരെയധികം ദൂരം സൈക്കിൾ ചവിട്ടുവാൻ കഴിയുമായിരുന്നു. സെക്കൻഡ്, ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെയർ ഐസ് ഓഫ് ദ സ്ക്രീൻ, അവൾക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതാണ് കുഡ് ഉപയോഗിച്ചിട്ടുള്ള 2 സെൻറ്റൻസ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. Activity 7. Read the following sentences taken from the story. Notice the words in italics. He met a girl who was crying because she had lost her favorite doll. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, അവൾ അവളുടെ പ്രിയപ്പെട്ട പാവയെ കാണാതെ പോയതിനാൽ കരയുകയായിരുന്നു. Second one, Kafka had prepared the letter which was meant to be from the doll. ആ പാവ എഴുതുന്നത് പോലെയുള്ള എഴുത്തുകൾ കാഫ്ക തന്നെ പ്രിപ്പയർ ചെയ്തു. Now read this poem. They kept their streets so clean and nice, with actions that were truly wise. There was a boy named Jack who led the way, picking up litter every single day. He knew that a clean town brings cheer, so he worked hard to keep it clear. And then there was Lucy, who had a knack for using less plastic and cutting back. She carried a bottle that she had always filled, choosing to help rather than just chill. In the park, they found a spot,
a secret garden that meant a lot. Plants and flowers which they adored. They cared for each their spirit sought. അപ്പം ഇത് ഒരു ക്ലീനിങ്ങിനെ പറ്റിയുള്ളൊരു പോമാണ്. പോം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അതിനകത്ത് കുറച്ച് വാക്കുകൾ ഇറ്റാലിക്സിൽ തന്നിട്ടുണ്ട്, അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലൻ. അപ്പം ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള ആ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ദിയയും മിലനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിനകത്ത് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ. Hey, have you heard of the Earth Heroes Club? No, what's that? ഇനി നമുക്ക് ആക്ടിവിറ്റിയിൽ ചില വാക്കുകൾ മിസ്സിംഗ് ആണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കണം. മിസ്സിംഗ് ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് who are really passionate about environment and conservation. അവിടെ വരുന്നത് who ആണ്. Then that sounds cool. Who can join? They convinced the shopkeepers to give up plastic bags which are harmful to the environment. അവിടെ വരുന്നത് which എന്നാണ്. That's a big achievement. How can I get involved? Next, anyone who wants to make a difference, everyone can play a part in taking care of our planet, they say. അവിടെ വരുന്നത് who ആണ്. That's really smart. Do they do anything else? Next, you can attend their meeting that they hold every Friday after school. Are excited to join. Thanks for telling me about the club.